ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല ഐശ്വര്യപൂർണമായ ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമുക്കറിയാം വൈകുന്നേരം എല്ലാവരും പാലിൽ മഞ്ഞൾ ചേർത്തിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 7 ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നത് പലരുടെയും ശീലമാണ്. ഇത്തരത്തിൽ പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുർക്കുമിൻ എന്ന വസ്തുവാണ് മഞ്ഞളിന് അതിൻ്റെ നിറം നൽകുന്നത്. ഇത് പല രോഗാവസ്ഥകളിൽ നിന്നും രക്ഷ നേടാനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ടാണ് പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നത് നല്ലതാണെന്ന് പറയാൻ കാരണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, മഞ്ഞളിലെ കുർക്കുമിൻ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും. അതിനാൽ പതിവായി പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നത് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ ഗുണകരമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും മഞ്ഞളിൽ പാല് ചേർത്ത് കുടിക്കുന്നത് സഹായിക്കും. അതിനാൽ പ്രമേഹ രോഗികൾക്കും ഇത് നല്ല ഗുണപ്രദമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ്. ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങളടങ്ങിയ മഞ്ഞളാണ് ഇതിൽ സഹായിക്കുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, കാൽസ്യം ധാരാളം അടങ്ങിയതാണ് പാല്. അതിനാൽ പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നത് മുട്ടുവേദന, കാലുവേദന തുടങ്ങിയവ അകറ്റാനും എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യത്തിനും നല്ലതാണ്. അഞ്ചാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, ദഹനക്കേട്, വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ, അസിഡിറ്റി തുടങ്ങിയ അകറ്റാനും ഈ പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നത് നല്ല ഗുണകരമാണ്. ആറാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഇവ മിതമായ അളവിൽ കുടിക്കുന്നത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലതാണ്. ഇനി ഏഴാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, രാത്രി പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കും. അതിന് കാരണമാകുന്നത് മഞ്ഞളിലെ കുർക്കുമിനും പാലും ഒരേപോലെ ഇതിന് സഹായകമാണ്. അപ്പോൾ ഇതാണ് പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിച്ചാൽ ഉള്ള ഒരു 7 ഗുണങ്ങൾ. അപ്പോൾ വളരെയധികം ശാരീരിക പ്രശ്നങ്ങളുള്ളവരോ അല്ലെങ്കിൽ വലിയ രീതിയിൽ മരുന്നുകൾ കഴിക്കുന്നവരോ ഒരു ഡോക്ടറുടെ ഉപദേശം തേടിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തവർക്കിടയിൽ ഇത് കുഴപ്പമില്ല, ഈ പാനി ഞാൻ കുടിക്കുന്നതല്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക. ശരീര സംരക്ഷണത്തിന് വളരെ നല്ലതാണിത്. അപ്പോൾ ആ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരമുണ്ട്.